ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മെയ് 18 കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ആ സ്ക്വാഡിനെ ഇപ്പോൾ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 24 താരങ്ങൾ ഇപ്പോൾ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സ്പോട്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിന് 2 താരങ്ങൾ ഫേവറേറ്റുകളായിക്കൊണ്ട് അവിടെയുണ്ട്. നെയ്മർ ജൂനിയറും ലുക്കാസ് പക്കേറ്റയും പുറത്തു പോയേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ 2 താരങ്ങളും പുറത്തു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം 24 താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ആലിസൺ, എഡേഴ്സൺ, ബെൻഡോ എന്നിവരായിരിക്കും. പ്രതിരോധ നിരയിൽ ഡാനിലോ, വെസ്ലി, അലക്സാൻഡ്രോ, ഡഗ്ലസ് സാന്റോസ്, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ്, എഡർ മിലിറ്റാവോ, ബ്രമർ, ലിയോ പെരേര എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗിമറസ്, ഫാബിഞ്ഞോ, ആന്ദ്രേ സാന്റോസ്, ഡാനിലോ സാന്റോസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വില്യൻ, ലൂയിസ് ഹെൻറിക്കെ, വിനീഷ്യസ് ജൂനിയർ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, മാത്യൂസ് കുഞ്ഞ, ജാവോ പെഡ്രോ, റാഫീഞ്ഞ. ഇത്രയും താരങ്ങളാണ്, അഥവാ 24 താരങ്ങളാണ് ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. ഇനി 2 സ്പോട്ടുകൾ കൂടിയുണ്ട്. ആ സ്പോട്ടുകൾക്ക് വേണ്ടി ഇഗോർ തിയാഗോ, എൻറിക്ക് എന്നിവരാണ് ഫേവറേറ്റുകളായിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. പിന്നീടുള്ള 2 താരങ്ങൾ ലുക്കാസ് പക്കേറ്റയും നെയ്മർ ജൂനിയറുമാണ്. ഇവരുടെ കാര്യത്തിൽ ഇപ്പോഴും കാർലോ ആഞ്ചലോട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഈ 2 താരങ്ങളെയും കാർലോ ആഞ്ചലോട്ടി ഒഴിവാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ 2 സ്പോട്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ സ്പോട്ടുകൾക്ക് വേണ്ടി 4 താരങ്ങൾ ഉണ്ട്. ഇഗോർ തിയാഗോ, എൻറിക്ക്, ലുക്കാസ് പക്കേറ്റ, നെയ്മർ ജൂനിയർ എന്നിവരാണ് 4 താരങ്ങൾ. അതിൽ 2 താരങ്ങൾക്ക് മാത്രമേ ഇടം ലഭിക്കുകയുള്ളൂ. നിലവിൽ എൻറിക്കും ഇഗോർ തിയാഗോയുമാണ് ആ 2 സ്പോട്ടുകളിലെ ഫേവറേറ്റുകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.